മക്കളെ, പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ രാജ്യാവകാശ തർക്കത്തിൽ പലരും ഇടപെട്ടെങ്കിലും ദുര്യോധനൻ്റെ പിടിവാശി മൂലം പാണ്ഡവർ മുന്നോട്ട് വച്ച യാതൊരു ഉപാധിയും കൗരവർ അംഗീകരിച്ചില്ല. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ പാണ്ഡവപക്ഷത്തു നിന്ന് ശ്രീകൃഷ്ണൻ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറായി. അദ്ദേഹം കൗരവ സഭയിലെത്തി പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണ്ഡവരുടെ നിലപാടുകൾ വിശദീകരിക്കുകയും യുദ്ധമുണ്ടായാൽ കുരുവംശത്തിനുണ്ടാകാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ദുര്യോധനനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കൗരവസഭയിൽ ഉണ്ടായിരുന്ന പരശുരാമൻ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ, ധൃതരാഷ്ട്രർ എന്നിവർ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. അർജുനൻ എന്ന അജയ്യനായ പോരാളിയെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും ശ്രീകൃഷ്ണനും അർജുനനും ഒത്തുചേർന്നാൽ ആ ശക്തിക്ക് മുന്നിൽ കൗരവർ നിസ്സാരരായിരിക്കുമെന്നും കൃഷ്ണനെ പിന്താങ്ങിയവർ എല്ലാവരും സമ്മതിച്ചു. ദുര്യോധനൻ ഈ സന്ധി സംഭാഷണത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ് സ്വന്തം അഭിപ്രായം പറയുവാൻ ദുര്യോധനൻ എഴുന്നേറ്റു. കോപം തുളുമ്പുന്ന ശബ്ദത്തിലായിരുന്നു ദുര്യോധനൻ സംസാരിച്ചു തുടങ്ങിയത്. ഹേ കേശവ, താങ്കൾക്ക് പാണ്ഡവരുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൗരവരെ പഴിക്കുകയാണ് ചെയ്തത്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. വിഷയത്തിൻ്റെ ഗുണദോഷങ്ങൾ ചിന്തിച്ച ശേഷമാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? താങ്കൾക്കൊപ്പം എൻ്റെ പിതാവും വിതുരരും ഭീഷ്മപിതാമഹനും ആചാര്യനുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവർത്തികളിൽ അത്ര വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ പറയുന്നല്ലോ തെറ്റുകളെല്ലാം ചെയ്തത് ഞാനാണെന്ന്. എൻ്റെ ഏത് പ്രവൃത്തിയിലാണ് നിങ്ങൾക്ക് തെറ്റ് കണ്ടെത്താൻ പറ്റിയത്? പാണ്ഡവർ തന്നിഷ്ടപ്രകാരം ചൂത് കളിക്കാൻ വന്നു. ഞങ്ങളുടെ അമ്മാവനായ ശകുനിയുടെ സാമർഥ്യത്തിന് മുന്നിൽ യുധിഷ്ഠിരൻ തോറ്റു. വ്യവസ്ഥയനുസരിച്ച് അവർ വനത്തിൽ പോയി. ഇതിൽ എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ്? അവർ എന്നോട് പിണങ്ങാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോഴും പാണ്ഡവർക്ക് എന്നോട് പോരടിക്കാനുള്ള ശക്തിയൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും അവർ ഞങ്ങളെ എതിർക്കാൻ വന്നാൽ അവർ എത്ര ഭീകരന്മാരായാലും അതൊന്നും ഞങ്ങളോട് വിലപ്പോവില്ല. അവർ വലിയ വീരന്മാരാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താനാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത്. അതൊക്കെ കേട്ട് ഞങ്ങൾ മാളത്തിൽ പോയി ഒളിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? പോരിൽ കൗരവരെ ജയിക്കാൻ തക്ക ശക്തിയുള്ള ഒരു ക്ഷത്രിയനെയും ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്കൊപ്പമുള്ള മഹാരഥന്മാരായ ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ തുടങ്ങിയവരെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല. ഇനി ക്ഷത്രിയധർമ്മം അനുസരിച്ച് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അതും ഒരു ചെറിയ കാര്യമല്ലല്ലോ. എന്തു തന്നെയായാലും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നത് മനുഷ്യധർമ്മമല്ലേ? ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അതിൽ ഖേദിക്കാൻ എന്തിരിക്കുന്നു? അതിനുവേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല. മുൻപ് എൻ്റെ പിതാവ് എനിക്ക് തന്ന രാജ്യം തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് ദാനമായി കിട്ടുമെന്ന് വിശ്വസിച്ച് ആരുവിടെ നിൽക്കുകയും വേണ്ട. കൃഷ്ണ, താങ്കൾ ഒന്ന് കരുതിക്കുള്ളൂ, ഞാൻ ജീവിച്ചിരിക്കും വരെ പാണ്ഡവർക്ക് പാതിരാജ്യം പോയിട്ടൊരു സൂചി കുത്താനുള്ള മണ്ണ് പോലും കൊടുക്കില്ല. ഈ വാക്കുകൾ കേട്ട് കോപം കടിച്ചമർത്തി ശ്രീകൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, നിങ്ങൾക്ക് വീരശയ്യയാണ് ലക്ഷ്യമെങ്കിൽ അത് തീർച്ചയായും ലഭിക്കും. താനും തൻ്റെ ഉപജാപകരും അല്പം കൂടി കാത്തിരിക്കൂ. പക്ഷേ യുദ്ധത്തിലുണ്ടാകുന്ന കൂട്ടക്കുരുതിക്ക് താനായിരിക്കും ഉത്തരവാദി. താനിപ്പോൾ പറഞ്ഞല്ലോ പാണ്ഡവരോട് എല്ലാം ശരിയായിട്ടാണ് നിങ്ങൾ പെരുമാറിയതെന്ന്. അതിലെന്ത് ശരിയാണുള്ളത്? ഇവിടെ കൂടിയിരിക്കുന്നവർ പറയട്ടെ, എന്താണ് സത്യമെന്ന്? പാണ്ഡവർക്കുണ്ടായ ഐശ്വര്യവും സമ്പത്തും കണ്ട് ഉള്ളുനീറിയ താനും ശകുനിയും ചേർന്നല്ലേ എല്ലാം കൈക്കലാക്കിയത്? സദ്ബുദ്ധികളെപ്പോലും ഭ്രമിപ്പിക്കുന്നതാണ് ചൂത്. അതിൽ വ്യാപരിക്കുന്നത് നിങ്ങളെപ്പോലെ ദുർബുദ്ധിയായ ഒരാളാണെങ്കിൽ അത് കലഹത്തിലല്ലേ കലാശിക്കൂ. നിങ്ങൾ ദ്രൗപദിയെ സഭയിൽ കൊണ്ടുവന്ന് അപമാനിച്ചില്ലേ? സഹോദരപത്നിയെ ഇത്തരത്തിൽ അപമാനിക്കുവാൻ മനുഷ്യകുലത്തിൽ പിറന്നവർ തയ്യാറാകുമോ? ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിച്ച ചരിത്രം ഏതെങ്കിലും വംശത്തിലുണ്ടായിട്ടുണ്ടോ? ചെറുപ്പം മുതലേ നിങ്ങൾ ശ്രമിച്ചത് പാണ്ഡവരെ വധിക്കാനല്ലേ? ഭീമസേനോട് നിങ്ങൾ കാട്ടിയ ക്രൂരതകളെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നു? എല്ലാം ചെയ്തിട്ട് ഞാനൊരു തെറ്റും ചെയ്തില്ലെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ താനിപ്പോൾ ചെയ്യുന്നത്? ഇടോ കൗരവ, പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം നൽകാൻ താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മരണം ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാക്കിയുള്ളൂ. നിങ്ങൾക്കൊപ്പമുള്ള മഹാരഥന്മാരെല്ലാം പാണ്ഡവർക്ക് അർഹമായത് കൊടുക്കുവാനാണ് തന്നെ ഉപദേശിക്കുന്നത്. അതും അനുസരിക്കാൻ നിങ്ങൾ ഒരുക്കമല്ല. ഒരു സന്ധിക്ക് നിങ്ങൾ തയ്യാറും അല്ല. ഇവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത നിങ്ങൾക്ക് ഒരിക്കലും ശാന്തി ലഭിക്കുകയില്ല. അധർമ്മത്തിലൂടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വംശത്തിന് മുഴുവൻ അപകീർത്തികരമായിരിക്കുമെന്നത് മറക്കരുത്. അപ്പോൾ ദുശാസനൻ ദുര്യോധനോട് പറഞ്ഞു, ജ്യേഷ്ഠ,
ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്, അങ്ങ് സ്വയം പാണ്ഡവരുമായി സന്ധി ചെയ്തില്ലെങ്കിൽ അങ്ങയെയും കർണനെയും എന്നെയും ഒക്കെ പിടിച്ചു കെട്ടി പാണ്ഡവരെ ഏൽപ്പിക്കുമെന്നാണ്. ദുര്യോധനൻ്റെ കോപം ആളിക്കത്തി. വിഷസർപ്പത്തെ പോലെ അയാൾ ചീറ്റിക്കൊണ്ട് സഭാവാസികളെ എല്ലാം ആക്ഷേപിച്ചു. തന്നെ അനുകൂലിക്കുന്നവരെ മുഴുവൻ ചേർത്തുകൊണ്ട് സഭ ബഹിഷ്കരിക്കുവാൻ ഒരുങ്ങി. ഇത് കണ്ടു നിന്ന ദുര്യോധനൻ്റെ മറ്റു സഹോദരന്മാരും കൗരവരെ അനുകൂലിക്കുന്ന രാജാക്കന്മാരും സഭ വിട്ട് ഇറങ്ങിപ്പോയി. ഇത് കണ്ട് അക്ഷമനായ ഭീഷ്മർ പറഞ്ഞു, കൃഷ്ണ, ദുര്യോധനൻ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെയാണ് പെരുമാറുന്നത്. അവൻ ധിക്കാരം കൊണ്ട് സ്വയം മറന്നിരിക്കുന്നു. ഭൂമിയിൽ ക്ഷത്രിയരുടെ കാലം അവസാനിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഈ രാജാക്കന്മാരും അവരുടെ മന്ത്രിമാരും കുബുദ്ധിയായ ദുര്യോധനെ അനുസരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഭീഷ്മരെ, ദുര്യോധനൻ സമ്പത്ത് കൊണ്ട് ഭ്രാന്തനായിരിക്കുന്നു. അർഹിക്കാത്തത് ലഭിക്കുന്നിടത്തെല്ലാം ഇത് സംഭവിക്കുക സ്വാഭാവികമാണ്. യഥാസമയം ശിക്ഷകൾ നൽകാതിരുന്നതിൻ്റെ ഫലമാണിതെല്ലാം. ഇയാളെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഭോജരാജാവായ ഉഗ്രസേനൻ്റെ മകൻ കംസൻ ഇതുപോലെ തന്നെയായിരുന്നു. ഒടുവിൽ അയാൾക്ക് ജീവൻ തന്നെ നഷ്ടമായി. രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്തും രാജ്യാധികാരവുമെല്ലാം അയാൾ കൈയടക്കി. ആ പിതാവിൻ്റെ ശാപം തന്നെയാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഭീഷ്മരെ, ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, ശകുനി എന്നിവരെ ബന്ധിച്ച് പാണ്ഡവരെ ഏൽപ്പിക്കുക. വംശരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെയും ഗ്രാമത്തിനു വേണ്ടി ഒരു കുലത്തെയും രാജ്യരക്ഷയ്ക്കായി ഒരു ഗ്രാമത്തെയും സ്വന്തം രക്ഷയ്ക്കായി സർവ്വവും ഉപേക്ഷിക്കണം. നിങ്ങൾ ദുര്യോധനെ തടവിൽ പാർപ്പിച്ച് പാണ്ഡവരുമായി സന്ധി ചെയ്യണം. അങ്ങനെ ആയാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവായി പോകും. ക്ഷത്രിയ കുലനാശം സംഭവിക്കുകയുമില്ല. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞത് പ്രകാരം വിദുരർ ഗാന്ധാരിയുമായി സഭയിലെത്തി. ധൃതരാഷ്ട്രർ പറഞ്ഞു, പ്രിയേ, നിന്റെ ദുഷ്ടനായ പുത്രൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. മര്യാദകെട്ട പ്രവർത്തികൾ കൊണ്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവരുടെ വാക്കുകളെ അവൻ തള്ളിക്കളഞ്ഞിട്ട് അവനെ നശിപ്പിക്കാൻ നടക്കുന്നവർക്കൊപ്പം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഗാന്ധാരി ക്ഷോഭത്തോടെ പറഞ്ഞു, രാജാവേ, അങ്ങ് തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി. അവൻ കാണിച്ച തോന്നിവാസങ്ങളെല്ലാം പുത്രസ്നേഹമെന്ന പേരിൽ അങ്ങ് മറച്ചു പിടിച്ചു. അവൻ തെറ്റ് കാണിച്ചപ്പോഴൊക്കെ ശിക്ഷിക്കേണ്ടതിന് പകരം അവനെ പിന്താങ്ങി. ദുര്യോധനൻ കാമക്രോധങ്ങളുടെ പിടിയിലകപ്പെട്ടു കഴിഞ്ഞു. ഇനി ബലപ്രയോഗം കൊണ്ട് അവനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വീണ്ടു വിചാരമില്ലാതെ മൂഢത്വം കാട്ടി നടക്കുന്ന അവനെ രാജ്യഭാരം ഏൽപ്പിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം. സ്വന്തം കുലത്തിലുള്ളവർ തമ്മിൽ വിദ്വേഷം വളർത്തുവാൻ കാരണമാകുന്നവൻ ആരു തന്നെ ആയാലും നീചനാണ്. ശത്രുക്കൾക്ക് അപമാനിക്കാനൊരു കാരണമായി. ധൃതരാഷ്ട്രർ കുറ്റബോധം മൂലം തലകുമ്പിട്ടിരുന്നതേയുള്ളൂ. ധൃതരാഷ്ട്രം ഗാന്ധാരിയും ആവശ്യപ്പെട്ടതനുസരിച്ച് വിദുരർ ദുര്യോധനെ കൂട്ടിക്കൊണ്ടുവന്നു. കോപം കൊണ്ട് തുടുത്ത കണ്ണുകളാൽ അയാൾ കൃഷ്ണനടക്കമുള്ളവരെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ വാക്കുകളെ ബഹുമാനിച്ച് മാത്രമാണ് അയാൾ സഭയിലേക്ക് കടന്നു ചെന്നത്. ഗാന്ധാരി പറഞ്ഞു, മകനെ ദുര്യോധന, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ പിതാവ്, വിദുരർ, ഭീഷ്മർ, ദ്രോണാചാര്യർ തുടങ്ങിയവർ പറയുന്നത് നീ അനുസരിക്കണം. അങ്ങനെ ചെയ്താൽ നിനക്കും നിന്റെ പുത്രന്മാർക്കും വരും തലമുറകൾക്കും ഗുണകരമായിരിക്കും. പാണ്ഡവരുമായി നീ സന്ധി ചെയ്യണം. അത് നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ സത്പ്രവൃത്തിയായിരിക്കും. ദുര്യോധന, രാജ്യം നേടുക, പരിപാലിക്കുക, അനുഭവിക്കുക എന്നതൊക്കെ ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഈശ്വരകടാക്ഷം കൊണ്ട് അതിനൊക്കെ കഴിയൂ. കാമം, ക്രോധം എന്നിവ അർത്ഥനാശത്തിന് കാരണമാണ്. ഇവയെ അടക്കിയവന് മാത്രമേ ലോകം പിടിച്ചടക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് പ്രജകളുടെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഴിയൂ. മകനെ, ഭീഷ്മരും ദ്രോണരും പറഞ്ഞതെല്ലാം ശരിയാണ്. കൃഷ്ണനും പാർത്ഥനും ഒന്നു ചേർന്നാൽ അവരെ ജയിക്കുക ദുഷ്കരമാണ്. അതിനാൽ നീയും കൃഷ്ണനെ തന്നെ അഭയം പ്രാപിക്കുക. പാണ്ഡവരോട് നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റുകൾ തന്നെയായിരുന്നു. പാഞ്ചാലി നിങ്ങളുടെയെല്ലാം ജ്യേഷ്ഠപത്നിയാണ്. അത് നിങ്ങൾ ചിന്തിച്ചില്ല. അവൾ കുരുവംശത്തിൻ്റെ ആദ്യ മരുമകളാണ്, യുധിഷ്ഠിരൻ്റെ ചക്രവർത്തിനി. ആ ഒരു പരിഗണനയോടുകൂടിയാണോ നിങ്ങൾ അവളോട് പെരുമാറിയത്? പാണ്ഡവരുമായി സന്ധി ചെയ്ത് തെറ്റുകൾ തിരുത്താനുള്ള അവസാന അവസരമാണിത്. യുദ്ധത്തിൽ ധർമ്മത്തിനും അധർമ്മത്തിനും പ്രസക്തിയില്ല. പൊരുതിയാൽ ജയിക്കുമെന്ന് യാതൊരു തീർച്ചയുമില്ല. നിനക്ക് മന്ത്രിമാരുമൊത്ത് സമാധാനത്തോടെ രാജ്യം ഭരിക്കണമെങ്കിൽ പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കുക. മകനെ, നീ ഇപ്പോൾ പാണ്ഡവർക്ക് അർഹതപ്പെട്ടതെല്ലാം തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നീ പറഞ്ഞതുപോലെ അവർ രാജ്യഭ്രഷ്ടരായി വനത്തിലറിഞ്ഞില്ലേ? ഇനി സന്ധി ചെയ്ത തെറ്റുകൾ തിരുത്തുക. അവരുടെ സമ്പത്തുകൾ തട്ടിയെടുക്കാനുള്ള അവകാശം നിനക്കില്ല. നിന്റെ സഹായികളാരും കരുത്തരല്ല. നീ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ ഇരിക്കുന്നവർ ക്രാന്തദർശികളാണ്.
വരും വരായികകളെ അവർ മുൻകൂട്ടി അറിയും. അവർക്കാർക്കും നിന്റെ അഭിപ്രായത്തെ അംഗീകരിക്കുവാൻ കഴിയില്ല. അവർക്ക് ഇരു കൂട്ടരോടും സമഭാവമാണ്. നിങ്ങളോടെല്ലാം അവർക്ക് സ്നേഹമുണ്ട്. പക്ഷേ അവർ ധർമ്മത്തെയും നീതിയെയും ബഹുമാനിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അന്നം ഭക്ഷിക്കുന്നതിനാൽ അവർ നിന്നോടൊപ്പം നിന്ന് യുദ്ധം ചെയ്ത് ജീവൻ വെടിഞ്ഞേക്കാം. എങ്കിലും അവർക്ക് യുധിഷ്ഠിരനോടാണ് പ്രതിപത്തി. അത്യാഗ്രഹം കൊണ്ട് ആർക്കും സമ്പത്തുകൾ നേടാൻ കഴിയില്ല. അതിനാൽ നീ സന്ധി ചെയ്യൂ. ആ അമ്മ പറഞ്ഞ വാക്കുകളൊന്നും ദുര്യോധനൻ്റെ ചെവിയിൽ പതിച്ചില്ല. ഗാന്ധാരി സംസാരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അയാൾ ദേഷ്യത്തോടെ എല്ലാം ചവിട്ടി തകർക്കും വണ്ണം ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.